Welcome to my YouTube channel. So, as the title says, this is a video on how I cut my hair. Disclaimer, idoru tutorial ആയിട്ട് ആരും കാണണ്ട, ജസ്റ്റ് ഒരു DIY. ചുമ്മാ ഞാൻ മുടി വെട്ടുന്നത് എങ്ങനെയാണെന്ന് I just wanted to show it to you guys. അത്രേ ഉള്ളൂ. So, let's get into the video. So, ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് എസെൻഷ്യൽസ്, ബേസിക്. സോ നമുക്കൊരു ന്യൂസ് പേപ്പർ നമുക്കിവിടെ താഴെ വിരിക്കാം. വെട്ടുന്ന മുടി അതിൻ്റെ അകത്തോട്ട് വീണോളും, അപ്പോൾ ഇവിടെ മെസ്സി ആവത്തില്ല. നെക്സ്റ്റ് നമുക്കൊരു കോംബ് എടുക്കാം, സെക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ഒബ്വിയസ് റീസൺസ്, മുടി വെട്ടുന്ന കോംബ് വേണമല്ലോ. പിന്നെ ഇതൊരു മുടി വെട്ടുന്ന സിസേഴ്സാണ്. ഇത് നമുക്ക് എല്ലാ ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടും. സാധാരണ സിസേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്, പിന്നെ ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ, വെള്ളം സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. മുടി എന്തായാലും നമ്മൾ നനച്ചിട്ടേ വെട്ടാവുള്ളൂ, എന്നാലേ ഒരു പ്രിസിഷൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഡ്രൈ ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് എത്ര ലെങ്ത്ത് പോയി അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. സോ ഒരു ഷാർപ്പായിട്ടൊരു പ്രിസൈസ് ആയിട്ടുള്ളൊരു കട്ട് വേണമെങ്കിൽ നമ്മൾ മുടി വെറ്റ് ചെയ്തിട്ട് നനച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, സോ ഇനി ഒന്നും പറയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ഇത് മാത്രം ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എടുത്തു തരാം. ബാക്കി അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. എത്ര ലെയേഴ്സ് വേണമെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ സെക്ഷൻസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഈ ചെവിയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി സെക്ഷൻസ് ചെയ്ത് മാളിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഇപ്പം കാണുമ്പോൾ ഫണ്ണി ആയിട്ടിരിക്കും, ബട്ട് കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് നടുവേ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മുടി രണ്ട് സെക്ഷനും നോട്ട്സ് ഒന്നുമില്ല, ചടയൊന്നും ഇല്ലാതെ കോംബ് ചെയ്ത് ആക്കുക. നെക്സ്റ്റ് നമ്മൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് മുടി നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കോംബ് ചെയ്ത് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ഒരു ഇത് വരും. സോ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ചിലവർക്ക് ബോട്ടമിൽ സ്ട്രെയിറ്റ് ലെവലിൽ വരണമെങ്കിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് നേരെ കട്ട് ചെയ്താൽ മതി. എനിക്ക് ബോട്ടത്തിൽ ഡി പോലെ കിടക്കുന്നതാണ് ഇഷ്ടം. സോ നമ്മളിങ്ങനെ വലിച്ച് സെക്ഷൻ ആക്കിയതിന് ശേഷം കൈ ഡയഗണലാക്കി വെക്കണം. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ക്യാൻ സീ ദിസ്. ഒക്കെ ഡയഗണലാക്കി വെച്ചിട്ട് കാണാമോ അറിയത്തില്ല നമ്മൾ. ഓക്കെ, ഇങ്ങനെ വെട്ടുക. ഓക്കെ, സോ നമ്മൾ വെട്ടി അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഇപ്പുറത്തും ഫോളോ ആക്കുക. മുടി നന്നായിട്ട് നനച്ചിട്ട് സെയിം പ്രൊസീജിയർ. സെയിം ലെങ്ത് ആണ്. ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വെച്ച് നോക്കാം സെയിം ലെങ്ത് ആണോ. ഓക്കെ, സോ ഓൾമോസ്റ്റ് സെയിം ലെങ്ത് ആണ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി ഈ ലെയർ ചെയ്തിട്ട് പുറകിലേക്ക് ഇട്ടേക്കാം. ഓറൽസ് നമുക്ക് ട്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം, ബിക്കോസ് മറ്റേ സെക്ഷനുമായിട്ട് മിക്സ് ആവരുത്. ഫസ്റ്റ് ലെയർ. ഓക്കെ, നെക്സ്റ്റ് ബാക്കി മുടി അഴിച്ചിട്ടിട്ട് രണ്ടാമത്തെ ലെയർ. സോ ഞാനെൻ്റെ രണ്ടാമത്തെ ലെയർ എടുക്കുന്ന കണ്ണിൻ്റെ അവിടെ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങനെ വകഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ എടുക്കുക, ലെയർ എടുക്കുക. ബാക്കി മുടിയൊക്കെ
വീണ്ടും ക്ലിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. സോ സെയിം പ്രൊസീജിയർ തന്നെ വകഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ആക്കുക. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ. സെയിം ഫോമാറ്റ് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് ലെയർ. കുറച്ചേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതും മെഷർ ചെയ്ത് നോക്കാം. യെസ്, ഓൾമോസ്റ്റ് സെയിം ലെങ്ത് ആണ്. ഇനി ഇത് നമ്മൾ മറ്റേ ഹെയറിൻ്റെ ഉള്ളത്തിൽ കെട്ടി വയ്ക്കാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയർ വീണ്ടും ഇതുപോലെ സെക്ഷനായിട്ട് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓൾമോസ്റ്റ് സെയിം ആണ്. ബേസിക്കലി സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. സെക്ഷൻ ചെയ്യുക, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അത് നനയ്ക്കുക, പിന്നെയും ട്രിം ചെയ്യുക. ഇത്ര തന്നെ ഉള്ളൂ. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഡയഗണലായിട്ട് കൈ വയ്ക്കണം എന്നേ ഉള്ളൂ. പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവാം. അത് തന്നെ ഇപ്പുറത്തെ സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് സെക്ഷനിൽ കാണിച്ച അതേ സാധനം തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. എപ്പോഴും ഈക്വലാണോ അല്ലയോ എന്ന് മെഷർ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ബാക്കി മുടിയെല്ലാം ഒരുമിച്ച് എല്ലാം കൂടെ ടൈ ചെയ്ത് വയ്ക്കാം. മുകളിലത്തെ സെക്ഷനാണ് ഇപ്പോൾ ടോട്ടൽ 4 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇനി മുകളിലത്തെ സെക്ഷനാണ് നമുക്ക് ഇതാക്കാനുള്ള, ടാക്കിൾ ചെയ്യാനുള്ള. സെയിം തന്നെ നടുക്കത്ത് മാത്രം പൂഫ് എടുക്കുന്ന പോലെ എടുത്തേച്ചും ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക. കുറച്ച് മൊണോട്ടണസ് ആണ്, നമുക്ക് ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നും. ബട്ട് പെട്ടെന്ന് ഇത് അധികം മുടിയൊന്നും പോകാതെ കുഞ്ഞു കുഞ്ഞു ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. നമുക്ക് ആവശ്യത്തിന് വേണ്ട ലെയേഴ്സ് കിട്ടുകയും ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷനാണ്. അത് നമുക്ക് മിഡിൽ പാർട്ടീഷനാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതും വെറ്റ് ചെയ്ത് കൊടുക്കുക. മിഡിൽ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം ഇതും വലിച്ച് ലാസ്റ്റത്തെ അറ്റം മാത്രം കട്ട് ചെയ്യുക. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, മെഷർ ചെയ്ത് നോക്കുക. യെസ്, ഡൺ. ഇത് വലിയ പ്രോ ഹെയർ കട്ടൊന്നുമല്ല, ബട്ട് ഇറ്റ് വർക്ക്സ് ഫോർ മീ. സോ അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ബൈ ദ വേ, നമുക്ക് ടോട്ടൽ ഇത്രയും മുടിയെ മൊത്തത്തിൽ പോയിട്ടുള്ളൂ. യെസ്, ഇത്രയും മുടിയെ പോയിട്ടുള്ളൂ. ഇതാണ്. ഇനി ഞാനിത് മുടിയൊക്കെ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഒന്ന് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. ഒന്ന് ഡ്രൈ ചെയ്തു ഞാൻ. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലോ ഡ്രൈ ജസ്റ്റ് ലൈറ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പോണി ടെയിൽ കെട്ടുവാണെങ്കിൽ സൈഡ് വ്യൂ ഇങ്ങനെ ഇരിക്കും. അധികം വോളിയം ഒന്നും പോവാതെ ലഷ്യസ് ആയിട്ട് ബൗൺസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഇതൊരു ഹാഫ് അപ്പ് ഡൂ ആണ്. ഇതതിൻ്റെ ടോപ്പ് വ്യൂ. ബനാന ക്ലിപ്പാണ് വെച്ചേക്കുന്നത്. നമുക്കിത് ലൂസായിട്ട് അയച്ചിടുക പോലും ചെയ്യാം.
So hope you guys enjoyed this video. Give it a thumbs up if you liked it.